ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. കർത്താവേ, അങ്ങയുടെ സൗഖ്യം എൻ്റെ മേൽ വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മൾ രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടച്ച് എന്നിട്ടൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, എന്താണ് എൻ്റെ ഭാരം? ഏതെങ്കിലും വിഷയത്തെ ഓർത്തുകൊണ്ട് നീ വിഷമിച്ചുകൊണ്ടാണോ ഇവിടെ നിൽക്കുന്നത്? എന്താണ് നിൻ്റെ ഭാരം? ആ ഭാരം ഈശോയുടെ കരുണയിൽ സമർപ്പിക്കാൻ പോവാണ്. കർത്താവേ, എൻ്റെ ഭാരത്തെ അങ്ങയുടെ കരുണയിൽ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് അതിശക്തമായിട്ട് എന്നിൽ ഇടപെടണം. ഉത്തരം കിട്ടാത്ത കാര്യങ്ങളുണ്ടാവും, ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ടാവും. കർത്താവെ, അതെല്ലാം അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സമ്മാനം ചോദിച്ചു മേടിക്കണം. ഈശോട് പറയണം, ഈശോയെ, ഇന്ന കാര്യത്തിൽ കർത്താവെ അങ്ങ് ഇടപെടണം. പ്രാർത്ഥിച്ചേ. ഏതെങ്കിലും ഒരു കാര്യം, കൃത്യമായൊരു കാര്യം ഈശോട് പറയണം. ഈശോയെ, ഇന്ന കാര്യം ഇന്നത്തെ തിരുനാൾ ദിവസത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരടയാളം എനിക്ക് നൽകണം. ചോദിച്ചു മേടിച്ചേ. ചോദിക്കണം, ഈശോട് പറയണം, ഈശോ ഇന്ന കാര്യം. എല്ലാ കാര്യങ്ങളും അല്ല, ഏതെങ്കിലും ഒരു പ്രത്യേകമായൊരു അനുഗ്രഹം. കർത്താവെ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരടയാളം കർത്താവെ അങ്ങ് എന്നിൽ ഇടപെടണം. ഈശോയെ, ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ട് കരങ്ങൾ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഹൃദയത്തിൽ, യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു, യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്നിങ്ങനെ ഒന്ന് പലതവണ ഒന്ന് ആവർത്തിച്ച് പറയാവോ? യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു, 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 യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഉച്ചത്തിൽ പറഞ്ഞ്, യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു, 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 യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. രണ്ട് കരങ്ങളും ഇങ്ങനെ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ചേ. കണ്ണടച്ചേ. നമ്മൾ ഈ ഉയർത്തിപ്പിടിച്ച ഈ രണ്ട് കരങ്ങൾ ശൂന്യമാണ്. ഈ ശൂന്യമായ കൈകളിലേക്ക് കർത്താവിൻ്റെ കാരുണ്യം പ്രവഹിക്കുന്ന ദിവസമാണ്. വിശ്വസിച്ചോണം. നമ്മൾ ആര് തന്നെയാണെങ്കിലും, ഇന്ന് വരെ എന്തെല്ലാം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും, കർത്താവെ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങയുടെ കരുണയാലാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. കർത്താവെ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ ഏതെങ്കിലും തർക്കങ്ങളും ഭാരങ്ങളും സംശയങ്ങളും വഴക്കുകളും ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ ആയിട്ടുള്ളവരുണ്ടാവും. ജീവിതം ഇനി എങ്ങനെ മുമ്പോട്ട് നീങ്ങുമെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ടാവും. രണ്ട് കരങ്ങൾ നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ചേ. യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു, 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 യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു,
യേശുവേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. അല്പം കൂടെ ഒച്ചതി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃത്യം വ്യക്തമായി ഓരോരുത്തരോടും ഈശോ സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായം 26-ാം തിരുവചനമാണ്. ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 35 വേഴ്സ് 26. ആ വചനത്തിൽ നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്: വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിന്റെ കരുണ ആശ്വാസപ്രദമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിന്റെ കരുണ ആശ്വാസപ്രദമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുകയും യേശുവിൻ്റെ കരുണയുടെ പ്രവാചകന്മാരും പ്രവാചികളുമായി നമ്മൾ മാറുന്നതനുസരിച്ച് ഈ വലിയ അനുഗ്രഹം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതാണ് ഈ ശുശ്രൂഷയുടെ പ്രത്യേകത. ഈശോയുടെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുന്തോറും യേശുവിൻ്റെ കരുണ നമ്മുടെ തലയ്ക്ക് മുകളിൽ വലിയ ഒരു സംരക്ഷണ കവചം പോലെ നിൽക്കും. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ തകർച്ചകളുടെയും ബലഹീനതകളുടെയും ദുരിതങ്ങളുടെയും മുകളിൽ യേശുവിൻ്റെ കരുണ അതിങ്ങനെ വലിയ ഒരു അനുഗ്രഹം പോലെ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അവസരത്തിൽ സങ്കീർത്തകനായ ദാവീദ് ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്. സങ്കീർത്തനം 77 വചനം 8. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 77 വേഴ്സ് 8. സങ്കീർത്തകനായ ദാവീദ് ഒരു ചോദ്യം ചോദിക്കുകയാണ്: അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ? അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ? ഇതാണ് ചോദ്യം. വളരെ പ്രധാനമായ പ്രസക്തമായ ഒരു ചോദ്യമാണ്. സങ്കീർത്തകന്റെ ചോദ്യം എന്താണ്? അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ? അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ? ഈ ചോദ്യം കഴിഞ്ഞ നാളിൽ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്ന ഒരു സഹോദരി തൻ്റെ ജീവിത അനുഭവം പങ്കുവച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചോദ്യമാണ്. 2 മക്കളുള്ള ഒരു കുടുംബം, ഇളയ മകള് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ന സ്ഥലത്തേക്ക് പോയി. തൊട്ട് മുകളിലുള്ളത് ഒരു ചെറുക്കനാണ്. ഈ ചെറുക്കൻ ഇവരുടെ മകൻ ഇവരുടെ വീട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് നിസാരമല്ല, അത്രമേൽ വലിയ പ്രശ്നങ്ങളാണ് ഈ ചെറുക്കൻ വീട്ടിലുണ്ടാക്കുന്നത്. ഈ അമ്മ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ കാര്യം: അച്ഛാ, ഇവൻ വീട്ടിൽ രാത്രിയിൽ വല്ലപ്പോഴും കയറി വരും. ഭയങ്കര ദുർഗന്ധമാണ്. വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ ഇവൻ ചെയ്യുന്ന ഒരു വലിയ പ്രവൃത്തി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ കയറി വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അച്ഛാ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഈശോയുടെ, പരിശുദ്ധ അമ്മയുടെ, ഔസേപ്പിതാവിൻ്റെ അങ്ങനെ പല രൂപങ്ങളും ചിത്രങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവൻ്റെ ഒരു സ്വഭാവ രീതി, ഇവൻ വീട്ടിലോട്ട് രാത്രിയിൽ മദ്യപിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും രാസലഹരിയൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ കയറി വരും. എന്നിട്ട് ഇവൻ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി ഈ രൂപങ്ങളെല്ലാം തല്ലി തകർക്കും. അച്ഛാ, ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദാരുണമാണ്. വീട്ടിൽ ഒരു ഈശോയുടെ രൂപം പോലും ഇല്ല. ഞാൻ ആകപ്പാടെ എൻ്റെ ബെഡ്റൂമിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു മാതാവിൻ്റെ പടം മാത്രമേ ഇപ്പോൾ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിൽ. ഈ വീട്ടിൽ ഒരു ഈശോയുടെയും വിശുദ്ധരുടെയും സാന്നിധ്യം വയ്ക്കാൻ ഈ ചെറുക്കൻ സമ്മതിക്കത്തില്ല. അവൻ മദ്യപിച്ച് വീട്ടിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇവൻ എല്ലാ ദിവസവും ഇങ്ങനത്തെ ബഹളങ്ങളാണ്, പ്രശ്നങ്ങളാണ്, സങ്കടങ്ങളാണ്. ഒരു ദിവസം പോലും മര്യാദയ്ക്ക് സ്വസ്ഥമായിട്ടുറങ്ങാൻ അച്ഛാ എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി, ഹസ്ബൻഡ്, ഭർത്താവ് എവിടെ? അച്ഛാ, ഭർത്താവുണ്ട്, അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അച്ഛാ, എൻ്റെ പ്രാർത്ഥന എന്താണെന്നറിയാവോ? എൻ്റെ മകനും എൻ്റെ ഭർത്താവും തമ്മിൽ പരസ്പരം കാണല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ ചോദിച്ചു, അതെന്താ ചേച്ചി അങ്ങനെ? അച്ഛാ, എന്ത് പറയാനാ, അവർ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്നേ ഈ കലഹം അവസാനിക്കുകയുള്ളൂ. ഇപ്പം 3-4 തവണയായി പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നു. ഒരു തരത്തിലാണ് ഈ പ്രശ്നങ്ങൾ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ടോ?
ഞാനിത് പറയുമ്പോൾ ഒറ്റപ്പെട്ട ഒരു സംഭവമാണെന്ന് ചേട്ടാ ചേച്ചി കരുതരുത്, കേട്ടല്ലോ. ഇതെവിടെയോ ദൂരെ എവിടെയോ നടക്കുന്ന ഒരൊറ്റപ്പെട്ട സംഭവമാണെന്ന് ആരും കരുതരുത്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേക കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തകർച്ചയാണ്. ഈ സ്ത്രീ, കുടുംബനാഥ ഭാര്യ ഇവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ മുമ്പിൽ ഇന്ന് കരയുമ്പോൾ എൻ്റെ മുമ്പിൽ തെളിഞ്ഞു നിന്നൊരു ചോദ്യം സങ്കീർത്തകനായ ദാവീദ് 77-ാം അധ്യായം 8-ാം തിരുവചനത്തിലെ ചോദ്യമാണ്. അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ? അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇങ്ങനെ? ഇവരുടെ വിവാഹം പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ ആശീർവദിക്കപ്പെട്ടതാണ്. ഇവരുടെ വീട് വെഞ്ചരിക്കപ്പെട്ട വീടാണ്. ഇവരുടെ വീട്ടിൽ സ്വസ്ഥതയും സമാധാനം ഉണ്ടായിരുന്നൊരു സമയമുണ്ടായിരുന്നു. എന്നാൽ കുറച്ചു നാളുകളായി മകൻ്റെ ഈ സ്വഭാവ രീതി, അതോടൊപ്പം തന്നെ അപ്പൻ്റെ സ്വഭാവ രീതി മൊത്തം മാറിക്കഴിഞ്ഞു. കുടുംബത്തിൻ്റെ തകർച്ച അങ്ങേയറ്റത്തോളം എത്തി. നാട്ടുകാർ തന്നെ പറയാൻ തുടങ്ങി, ഈ വീട്ടുകാർ ഇവിടുത്തെ പ്രശ്നം പിടിച്ചൊരു വീട്ടുകാരാണ്. ഇടവകയിൽ തന്നെ ആർക്കും ഈ കുടുംബത്തോട് താല്പര്യമില്ല. ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം, അച്ഛാ, എൻ്റെ കുടുംബം ഇനി രക്ഷപ്പെടുമോ? അച്ഛാ, എൻ്റെ വീടിന് രക്ഷപ്പെടുമോ? എൻ്റെ ഭർത്താവിൻ്റെ കാര്യം എന്താണ്? എൻ്റെ മകൻ്റെ കാര്യം എന്താണ്? എൻ്റെ കാര്യം എന്താണ്? ഈ തീച്ചൂളയ്ക്കകത്ത് കടന്ന് ഞാൻ ഞെരുങ്ങിക്കൊണ്ടിരിക്കുവാണ്. എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തവുമില്ല. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, കരുണ നിന്നോട് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു തകർച്ച, ഭാരം, വരൾച്ച, അതിൻ്റെ മുമ്പിൽ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഈശോയുടെ കരുണയിൽ നീ ആശ്രയിച്ചാൽ ആ വിഷയങ്ങൾക്ക് ഉത്തരം കിട്ടും. വലതുകരം ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, 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 ആമേൻ. ഏതെല്ലാം തടസ്സങ്ങളും ഏതെല്ലാം ദുരിതങ്ങളിലൂടെയാണോ നീ പോകുന്നത്, ആ ദുരിതത്തിൻ്റെ തടസ്സത്തിൻ്റെ നടുവിൽ യേശുവിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിച്ചത് അതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 50-ാം തിരുവചനം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 50. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 50-ാം തിരുവചനം. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ വചനം? അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. വലതുകര ഉയർത്തി വചനം പറഞ്ഞ്, അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേ, നിന്റെ ജീവിതത്തിൽ ഇതൊരു വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം അങ്ങ് വിശ്വസിച്ചോണം. ദൈവത്തിന്റെ കരുണ ഒരിക്കലും നിലച്ചു പോയിട്ടില്ല. ദൈവത്തിന്റെ കരുണ തലമുറയോളം നിന്റെ കുടുംബത്തെയും വ്യക്തി ജീവിതത്തെയും കാത്തു പരിപാലിക്കും. വിശ്വസിക്കുന്നവർ ആമേൻ എന്ന് പറഞ്ഞേ, ഒച്ചത്തിൽ പറഞ്ഞേ, അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധി എത്ര വലുതാണെങ്കിലും ആ പ്രതിസന്ധിയുടെ ഒത്ത നടുവിൽ ദൈവത്തിന്റെ കരുണയെ നിനക്ക് ആശ്രയിക്കാൻ പറ്റുമോ? എങ്കിൽ എന്ത് സംഭവിക്കും? ആ കരുണ അതൊരു വാഗ്ദാനമാണ്. നിന്നിൽ അത് സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയുടെ കരുണയുടെ ചിത്രം കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അതിന്റെ തൊട്ട് താഴെയായിട്ട് മനോഹരമായിട്ട് ഒരു കൊച്ചു സെന്റൻസ് എഴുതിയിട്ടുണ്ട്. എന്തുവാ പറഞ്ഞേ? യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു, ശരണപ്പെടുന്നു, ശരണപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറെ എങ്ങും ആശ്രയില്ല. കർത്താവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദര സഹോദരി, വിശ്വസിക്കുക, പരിശുദ്ധ മറിയം നിന്നെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ദേ, ഇത് വിശ്വസിച്ചാൽ ഇവിടെ ഇരുന്നു കൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മക്കള് അവരെവിടെയുണ്ടോ അവിടെ ഈ കരുണ സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ ഇങ്ങനെ പിടിച്ചോ. ദേ, ഇവിടെ നിന്ന് നീ ഈ പ്രാർത്ഥനയും ശുശ്രൂഷയും പങ്കെടുക്കുമ്പോൾ തലമുറകൾ തോറും എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ അർത്ഥം എന്താ?
ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രിയപ്പെട്ടവരെവിടെയുണ്ടോ അവരിലേക്ക്, തലമുറകളിലേക്ക് ഈ കരുണ അത് സംഭവിക്കും. വലതുകരം ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ ദേശമുണർന്നാൽ